നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അന്ന് നിങ്ങളൊക്കെ കരുതിയത് അനു ആണത് ചെയ്തതെന്നാ. തെറ്റാര് ചെയ്താലും അതിന്റെ ശിക്ഷ അനുഭവിക്കണ്ടെങ്കിലേ. അത് ശരിയാണ് ഇന്ദ്ര. അന്നത്തെ വിഷമത്തില് ഞാൻ കുറച്ച് ഗൗരവത്തില് ഇന്ദ്രനോട് സംസാരിച്ചു പോയി. അതില് എനിക്കിപ്പോ കുറ്റബോധമുണ്ട്. ഇനിയിപ്പോ ജയിലിലായത് അനുപമയാണെങ്കിലും ഞാനിപ്പോ പറയുന്നത് അവളെ രക്ഷിക്കണമെന്ന് തന്നെയായിരിക്കും. ഇല്ലെങ്കിലേ, അനുവിനോട് നിങ്ങളാരും ഈ ഒരു ദയ കാണിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അങ്കിള് പറഞ്ഞ ഈ പൊതുസമൂഹം ഉണ്ടല്ലോ, ആ സമൂഹവും വന്നു കയറിയ മരുമകളെ കുറ്റം പറയൂ. അതുകൊണ്ട് സമൂഹത്തെ ഭയമുള്ളവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അമ്മയെ ജാമ്യത്തിലിറക്കി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാം. ഞാൻ അതിനെ എതിർക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. അമ്മ തിരിച്ചു വന്നാ ഞാനും അനുവും പിന്നെ ഈ വീട്ടിൽ ഉണ്ടാവില്ല. വേറൊന്നും കൊണ്ടല്ല, അത് വീണ്ടും കുടുംബ പ്രശ്നങ്ങൾക്ക് ഇവിടെ കാരണം ഉണ്ടാക്കും. ഇനിയെങ്കിലും കുറച്ച് മനസമാനത്തോടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളും അമ്മയും ഒരുമിച്ച് ജീവിച്ചോ. ഞാനും എന്റെ കുടുംബവും ഇവിടെ നിന്ന് മാറി തന്നോളാം. നീ എന്തിനാ മോളെ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ കാര്യമെന്ന് പറഞ്ഞത്. അതില് കാര്യമുണ്ടെന്ന് തോന്നിയത് കൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടി ഇന്ദ്രനോട് സംസാരിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത്. അതെ, മൂന്നാമതൊരാൾ സംസാരിച്ച ഇന്ദ്രേട്ടന്റെ മനസ്സ് മാറുന്നു വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാ അമ്മയുടെ അതേ വാശിയായി ഏട്ടനും. ഇന്ദ്രേട്ടൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ തെറ്റു പറയാനാവില്ല. സത്യം, അമ്മ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന വീണ്ടും ആ പഴയ സ്വഭാവം തന്നെ പുറത്തെടുക്കും. പിന്നെ ആരുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്നല്ലേ. അമ്മയെ നമ്മൾ ജയിലിൽ നിന്ന് ഇറക്കിയ അമ്മ പഴയ സ്വഭാവമൊന്നും തിരിച്ചെടുക്കില്ല ശ്യാമേട്ട. അത്രമാത്രം അമ്മ ഇപ്പൊ അനുഭവിച്ചു കാണും. ഇനിയുള്ള കാലം പഴയ തെറ്റുകളെല്ലാം തിരുത്തി സമാധാനത്തോടെ ജീവിക്കാനേ അമ്മ ശ്രമിക്കുള്ളൂ. അതെ ശ്യാമേ, സുശീലയുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് നിങ്ങൾ അവളെ രക്ഷപ്പെടുത്തിയാൽ ഉറപ്പായും സുശീലയ്ക്ക് തിരിച്ചറിവുണ്ടാവും. പിന്നെ നിങ്ങളോട് അവൾക്ക് നന്ദിയും സ്നേഹവും എപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇന്ദ്രനെ ആര് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമെന്ന്? ഇന്ദ്രേട്ടന് മനസ്സിലായാലും ഏട്ടത്തി അതിന് സമ്മതിക്കില്ല അങ്കളെ. ഏട്ടത്തി കാരണോ അമ്മയെ ഇന്ദ്രേട്ടൻ ഇത്രയ്ക്ക് വെറുക്കുന്നത്. അങ്ങനെ പറയല്ലേ സോനെ. അമ്മയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോ പോലും അനുചേച്ചിയോട് പകരം വീട്ടൊന്ന് പറഞ്ഞിട്ടാ പോയെ. എന്നിട്ടും അമ്മയെ ജയിലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്ന് കേട്ടപ്പോ ഇന്ദ്രേട്ടനോട് പറഞ്ഞ് അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാന്നല്ലേ അനുചേച്ചി നമ്മളോട് പറഞ്ഞ്. നമ്മളോട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഏട്ടത്തെയും ഏട്ടനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കണമെന്നുണ്ടോ പ്രതിഭേ? പിന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോ അമ്മ ഏട്ടത്തിയോട് പകരം വീട്ടുമെന്ന് അവരുടെ കാതിൽ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അത് നമ്മളാരും കേട്ടില്ലല്ലോ. അതൊക്കെ സത്യം തന്നെയായിരിക്കും. നമ്മുടെ അമ്മയെ നമുക്കറിയാവുന്നതല്ലേ.
ജയിലിൽ പോകേണ്ടി വന്നതോടെ അമ്മയ്ക്ക് ഏട്ടത്തിയോടുള്ള പക കൂടി കാണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ദിരേട്ടൻ പറയുന്നത് പോലെ എല്ലാവരും ഈ വീട്ടിൽ കഴിയുന്നത് അപകടം തന്നെയല്ലേ സത്യ? എന്നുവെച്ച് നമ്മള് അമ്മയെ രക്ഷിക്കേണ്ടെന്നാണോ ശ്യാമേട്ട പറയുന്നത്? ഇന്ദ്രേട്ടനും അനുവേട്ടത്തെ മാറി താമസിക്കുകയാണെങ്കിൽ മാറി താമസിക്കട്ടെ. അമ്മ എന്തായാലും ജയിലിൽ നിന്ന് ഇറക്കണം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഇന്ദ്രേട്ടൻ അങ്ങനെയൊന്ന് എടുത്തടിച്ചതുപോലെ പറയണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ അവരാരെങ്കിലും അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കൂ. എന്നെ പ്രതീക്ഷിച്ച് കൊണ്ടുവരണ്ടെന്ന് കൂടിയാണ് അനു ഞാൻ പറഞ്ഞത്. അമ്മ തിരിച്ചു വന്നാലും നമുക്ക് തന്നെയായിരിക്കും ദുരന്തം ഉണ്ടാകാൻ പോകുന്നെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കൂടിയാ ഞാനങ്ങനെ പറഞ്ഞത്. ചേച്ചി, ഇന്ദ്രേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ചേച്ചി ഒന്നും പറയണ്ട. ഇന്ദ്രേട്ടൻ എടുത്ത തീരുമാനം തന്നെ ശരി. ഇന്ദ്രേട്ടനും ചേച്ചി ആ വീട്ടിൽ നിന്ന് മാറിക്കൊടുത്ത അമ്മയെ ബാക്കിയുള്ളൊരു ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമെങ്കിൽ അത് ചെയ്യട്ടെ. നിങ്ങൾക്ക് താമസിക്കാൻ വേറെ വീടുണ്ടല്ലോ, പിന്നെന്താ? ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല ചേരും. ഇന്ദ്രേട്ടനെ ഒരിക്കലും അമ്മ വെറുക്കില്ല. ഇന്ദ്രേട്ടനും അമ്മയെ വെറുക്കാൻ കഴിയില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ ഇന്ദ്രേട്ടൻ ഇങ്ങനെ പറയുമ്പോ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുക? ഇന്ദ്രേട്ടൻ എനിക്ക് വേണ്ടി അമ്മയെ രക്ഷിക്കാതിരിക്കുകയാണെന്നല്ലേ? ഞാൻ ഇനി ഇന്ദ്രേട്ടന്റെ വീട്ടിൽ എന്തും സഹിച്ചു നിൽക്കാൻ തയ്യാറാ. ഒരു കാരണവശാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ പരാജയവും അമ്മയുടെ വിജയവും ആയിരിക്കും. ചേച്ചി ചേച്ചി വിനയ, എന്താ എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയത്? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല മാറ്ററും ആണെങ്കിൽ ഈ ചായ തന്നിട്ട് ഞാനങ്ങ് പോയി കളയാം. നിങ്ങള് ഓരോ ചായ കുടിച്ചോണ്ട് സംസാരിച്ചോന്നേ. വിനയം കേൾക്കാൻ പാടില്ലാത്ത വിഷയമൊന്നുമില്ല. ഞങ്ങള് അമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയോ എന്താ? അതൊന്നും അറിയില്ല വിനയ. പിന്നീട് ആരും വിളിച്ചൊന്നുമില്ല. എന്ത് ചെയ്യാനാടാ? നിനക്ക് അമ്മയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല അല്ലേ? ഞാൻ എന്ത് തീരുമാനം എടുക്കാനാ വിനയ? ഇതൊക്കെ അമ്മയായിട്ട് തന്നെ വരുത്തി വെച്ചതല്ലേ? അതെ അതെ, എന്ത് ചെയ്യാൻ പറ്റും? അവനവൻ ചെയ്തതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കട്ടെ, അല്ലാതെന്താ? ചിരു, ചായ കുടിക്ക്. വേണ്ട, എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഞാൻ തരുന്നത് നീ കുടിക്കാറില്ലല്ലോ, ഞാൻ തന്നെ കുടിക്കാം.